അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ നാട് കടത്തപ്പെട്ടവനായി കിടക്കുമ്പോൾ ഒരു ദിവസം ആത്മവിവശനായി ക്രിസ്തുവിൻ്റെ ആ ദർശനം താൻ കാണുവാനിടയായി. ക്രിസ്തുവിൻ്റെ ദർശനം കണ്ട അപ്പോസ്തലനായ യോഹന്നാൻ ക്രിസ്തുവിൽ നിന്നും കേൾക്കുവാനിടയായത് അനേക സഭകളെക്കുറിച്ചുള്ള ദൂതായിരുന്നു താൻ ആദ്യം കേൾക്കുവാനിടയായത്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ എഫെസോസ്, സ്മുർന എന്ന 2 സഭകളിൽ അവർക്ക് ലഭിച്ച ദൂതുകളെക്കുറിച്ചും കേൾക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം പെർഗമോസ് എന്ന സഭയിലേക്ക് ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഒന്ന് ഊളിയിടുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ശരണപ്പെടും. ആസിയ പ്രൊവിൻസിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആയിരുന്നു ഈ പെർഗമം. ഈ 7 സഭകളെ അഭിസംബോധന ചെയ്തിരിക്കുന്നതിലെ ഏറ്റവും നോർത്തിലായിട്ട്, ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്തൊരു ദേശമായിരുന്നു ഈ ദേശം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത സ്മിർനയിൽ നിന്നും 64 മൈൽ അകലെ. ഈ സഭ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതായിട്ടായിരുന്നു ആദ്യമായി ഇവിടെ ദൈവദാസന് ലഭിച്ച വെളിപ്പാട് വ്യക്തമാകുന്നത്. ചില എക്സ്റ്റേണൽ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്തു. അന്നത്തെ കാലത്ത് ചക്രവർത്തിമാരെ ആരാധിക്കുന്ന ആ പതിവ് വളരെ ഉണ്ടായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറയുവാനിടയായല്ലോ. സ്മുർനയെക്കാളും എഫെസസിനേക്കാളും അതീവമായി ചക്രവർത്തിമാരെ ആരാധിക്കുന്ന പ്രവണതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കപ്പെട്ടിരുന്ന ഒരു ദേശമായിരുന്നു പെർഗമോസ്. അവിടെ ചക്രവർത്തിമാർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ക്ഷേത്രം പോലും നിർമ്മിക്കപ്പെട്ടത് ആ ദേശത്തായിരുന്നു. ആ ദേശത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പെർഗമോസിലെ സഭയുടെ ദൂതനുള്ള ആ ദൂതിൽ ഇങ്ങനെ പറയുകയാണ്: നീ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്താണ് ഇരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. വാസ്തവത്തിൽ പെർഗമോസ് ദേശത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത് പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദേവഗണത്തിൻ്റെയൊക്കെ തലവനായ സിയൂസ് ദേവന്റെ ക്ഷേത്രമുണ്ടായിരുന്നു. അതുപോലെ ദ ഗോഡ് ഓഫ് വൈൻ ആൻഡ് ഡ്രാമ ഡയനോഷ്യസ് എന്ന ദൈവത്തിൻ്റെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ജ്ഞാനത്തിൻ്റെ ദേവതയായ അഥേനയുടെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. സൗഖ്യത്തിൻ്റെ ദേവനായ എസ്ക്യൂപിലിയസ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തെക്കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത്: ആ ക്ഷേത്രത്തിൽ പാമ്പുകൾ വിരാജിച്ചിരുന്നു. ആ ക്ഷേത്രത്തിൽ ആളുകൾ രാത്രിയിൽ പോയി കിടക്കുമായിരുന്നു. ഈ പാമ്പുകൾ അവരെ ഉറഞ്ഞു പോയാൽ അവർക്ക് സൗഖ്യമുണ്ടാവുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ ഒരുപാട് വിജാതീയമായ ആരാധനകളും അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു സിറ്റി ആയിരുന്നു ഈ പെർഗമോസ്. ആ സിറ്റിയിൽ അതിനെക്കുറിച്ചാണ് ദൈവം ഇവിടെ പറയുന്നത്: നീ സാത്താൻ്റെ സിംഹാസനം ഇരിക്കുന്നിടത്താണ് ഇരിക്കുന്നത് എന്ന് ഉള്ള ആ വ്യാഖ്യാനം പറയുന്നത്. എന്നാൽ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു: നീ സാത്താൻ്റെ സിംഹാസനമുള്ളിടത്താണെങ്കിലും യു ഹോൾഡ് ഫാസ്റ്റ് ടു മൈ നെയിം, നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു. നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു. നിന്റെ സാഹചര്യമൊക്കെ നിനക്ക് കൊള്ളാത്തതാണെങ്കിലും, നിന്റെ സാഹചര്യം നിനക്ക് അനുകൂലമല്ലെങ്കിലും നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു. അല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, they would never trade the name of God for anything else in the world. ദൈവത്തിൻ്റെ നാമത്തെ മറ്റൊന്നുമായിട്ട് കൈമാറുവാൻ അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല. മറ്റൊന്നുമായി വ്യാപാരം ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. ദൈവത്തിൻ്റെ നാമത്തെ അവർ മുറുകെ പിടിച്ചു. പകൽക്കാലം ഓർക്കണം, നാമും പാർക്കുന്ന ലോകം പലപ്പോഴും ദൈവത്തിന് നാം കൊടുക്കുന്ന സ്ഥാനം ഏറ്റെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന അനുഭവങ്ങളാണ് നാം ഓരോ ദിവസവും കാണുന്നത്. നമ്മുടെ ജോലി പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തെ ചിലപ്പോൾ എടുത്തു മാറ്റാറില്ലേ? നമ്മുടെ കുടുംബജീവിതത്തിൽ എത്രയോ തവണ പ്രാർത്ഥിക്കുവാനോ ഒന്നും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയാറില്ലല്ലോ. എന്തുകൊണ്ടാ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ആ സ്ഥാനത്തിന് കൊടുക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല?
വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുക്കാറുണ്ടോ? ഇവിടെ ഇതാ നോക്കിക്കേ, ഈ സഭയുടെ പ്രത്യേകത ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തെ എടുത്തു മാറ്റുവാൻ ഒരിക്കലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. They never allow themselves to be They never allow to trade the name of God for anything else in the world. ദൈവത്തിന് കൊടുക്കേണ്ട ആ സ്ഥാനം മറ്റൊന്നും എടുത്തുകൊണ്ടു പോവാൻ അവർ അനുവദിച്ചിരുന്നില്ല. അത് കണ്ട ദൈവം പറയുക, നീ എനിക്ക് തരുന്ന പ്രാധാന്യം, നീ എൻ്റെ നാമത്തിന് കൊടുക്കുന്ന വില, നീ എൻ്റെ സന്നിധിയിൽ കാണിക്കുന്ന ആ തീഷ്ണത ഞാനത് കാണുന്നു. നീ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഞാൻ കാണുന്നു. നീ എനിക്ക് വേണ്ടി പോരാടുന്നത് ഞാൻ കാണുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി നീ തീഷ്ണതയോടെ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ലോകമൊന്നും അത് ലോകം നിന്നെ ശ്രദ്ധിച്ചെന്നിരിക്കത്തില്ല. പക്ഷേ നീ എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ കാണുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി നീ നിൽക്കുന്നത് ഞാൻ കാണുന്നു. Though they were on the Satan's throne, they hold fast to the name of God. മാത്രമല്ല, though they were in the Satan's throne, they never renounced their faith amidst persecution. ശക്തമായ മതപീഡനം അവർ അനുഭവിച്ചവരായിരുന്നു. അന്തിപാസ് എന്ന ആ ഒരു വ്യക്തി ആ സഭയിൽ നിന്നും പിടിക്കപ്പെട്ട സീസറിന്റെ അല്ലെങ്കിൽ കൈസറുടെ ദേവാലയത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, നീ പറ, ക്യൂറിയസ് കൈസർ, അതായത് കൈസറാണ് കർത്താവെന്ന് നീ പറയണമെന്ന് പറയുമ്പോൾ താൻ വിളിച്ചു പറയുകയാണ്, ക്യൂറിയസ് ഈസൂസ്, എൻ്റെ യേശുവാണ് എൻ്റെ കർത്താവ്. താൻ അതിനെ അവരുടെ ആ കമ്പൽഷൻ, അവരുടെ ഫോഴ്സിനെ താൻ നിരാകരിക്കുകയും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ചരിത്രം പറയുന്നത്, ഒരു ബ്രാസൻ പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ബ്രാസൻ പാത്രത്തിൽ അവർ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തതായിട്ടാണ് പറയുന്നത്. അത്രമാത്രം പീഡനത്തിലൂടെ അവർ കടന്നുപോയപ്പോൾ they remained firm. ദൈവത്തിനു വേണ്ടി അവർ നിലനിൽക്കുവാനിടയായി തീർന്നു. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് ദൈവം അവരെ അവർക്ക് കോംപ്ലിമെന്റ്സ് കൊടുക്കുക, ദൈവം അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പീഡനത്തിലൂടെ പോയപ്പോൾ എനിക്ക് വേണ്ടി പിടിച്ചു നിന്നു ഞാൻ ഓർക്കുകയായിരുന്നു. പെന്തക്കോസ്തിന്റെ ആദ്യകാലങ്ങളിൽ പിതാക്കന്മാർ അനുഭവിച്ച ആ പീഡകൾ, പട്ടിയെ പോലെ ഓടിച്ച കാലങ്ങൾ, പല നിലകളിലുള്ള പീഡനങ്ങളുടെ കടന്നുപോയ നാളുകൾ, ആ കാലങ്ങളൊക്കെ അവർ പിടിച്ചു നിന്നുകൊണ്ട് ഇന്ന് 2-3 തലമുറകളായ നാം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തണം. ദൈവം നമ്മെ നോക്കിയിട്ട് പറയുമോ, നമ്മുടെ വിശ്വാസത്തിന് നാം അധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന്? നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ വിശ്വാസത്തിന് വേണ്ടി എത്രമാത്രം തയ്യാറായിട്ട് നിൽക്കും? വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ നാം തയ്യാറായി നിൽക്കും. ഇവിടെ ഇതാ ഈ സഭ, അവർ ദൈവത്തിന് വേണ്ടി നിന്നു. അവരുടെ സാഹചര്യങ്ങളെതിരായിട്ടും സാത്താന്റെ സിംഹാസനമുള്ളിടത്താണ് അവർ പാർത്തിരുന്നതെങ്കിലും അവർ ദൈവത്തിനു വേണ്ടി നിൽക്കുവാനിടയായിത്തീർന്നു. ഗ്രീക്ക് കവിയായ അല്ലെങ്കിൽ ഇല്യാഡ്, ഒഡിസി തുടങ്ങിയവ രചിച്ച ഹോമർ ഇല്യാഡിൽ ഇപ്രകാരം ഒരു കഥ പറയുന്നുണ്ട്. ട്രോയ് എന്ന ദേശത്തെ പിടിക്കുവാനായി ഗ്രീക്കുകാർ നാളുകൾ ശ്രമിച്ചു. പക്ഷേ ഉപരോധിച്ചിട്ടൊന്നും നാളുകൾ ശ്രമിച്ചിട്ടും അവർക്ക് ആ രാജ്യത്തെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ മതിലുകൾ ശക്തമായിരുന്നു, അവരുടെ വാതിലുകൾ വളരെ ബലവത്തായിരുന്നു. അകത്തേക്ക് കയറുവാൻ പല നിലകളിൽ ശ്രമിച്ചിട്ടും കയറുവാൻ കഴിഞ്ഞില്ല. അവസാനം ഒരാൾക്കൊരു ഐഡിയ തോന്നി, ഒരു വലിയ കുതിരയെ ഉണ്ടാക്കുക. തടി കൊണ്ട് വലിയൊരു കുതിരയെ അവർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഭടന്മാർ കയറിയിരുന്നു. എന്നിട്ട് ഗ്രീക്കുകാർ അവർ കപ്പൽ കയറി പോകുന്നതായിട്ട് ഭാവിച്ചു. ട്രോയിലുള്ള ആളുകൾ വിചാരിച്ചു, ഗ്രീക്കുകാർ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു പോയി. പക്ഷേ അവർ നോക്കിയപ്പോൾ അവിടെ ഇതാ വലിയൊരു കുതിര കിടക്കുന്നു. അവർ വിചാരിച്ചു ഗ്രീക്കുകാർ അവർക്ക് കൊടുത്ത ഒരു സമ്മാനമാണെന്ന് വിചാരിച്ച് ഈ കുതിരയെടുത്ത് പട്ടണത്തിനകത്ത് കയറ്റി. അന്ന് രാത്രി കുതിരയ്ക്കകത്തുനിന്ന് ഭടന്മാരിറങ്ങി പട്ടണത്തിൻ്റെ വാതിലുകൾ തുറന്നു. മടങ്ങിപ്പോയ ആ ഗ്രീക്ക് സൈന്യം തിരിച്ചു വന്ന് അവരെ ആക്രമിക്കുവാനിടയായിത്തീർന്നു. വാസ്തവത്തിൽ പുറത്തുനിന്നുള്ള പ്രതിസന്ധികൾക്കൊന്നും ഇവരെ കീഴടക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം പിശാച് കണ്ടപ്പോൾ അകത്തുനിന്ന് ചില പ്രതിസന്ധികൾ ഉളവാക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുവാനിടയായി. അതായത് പുറത്തുനിന്ന്
ഉള്ള എല്ലാ മതപീഡകളും മറ്റെല്ലാ നിലയിലുമുള്ള പ്രഷേഴ്സ് അവർ അനുഭവിച്ചെങ്കിലും അവർ ദൈവത്തിനു വേണ്ടി നിന്നപ്പോൾ മറുവശത്ത് പിശാചൊരു ശ്രമം നടത്തി അകത്ത് ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാൻ, ആഭ്യന്തരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ പിശാച് അവിടെ ശ്രമിക്കുകയാണ്. അതാണ് നാം തുറന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. അവിടെ ഇതാ ബാലാമിന്റെ ആലോചന പിന്തുടരുന്ന ആളുകളെ കാണുകയാണ്. നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യാപുസ്തകം 23-24 അധ്യായങ്ങളിൽ നമുക്ക് കാണാം ബാലാമിൻ്റെയും ബിലയാമിൻ്റെയും ബാലാക്കിൻ്റെയും കാര്യങ്ങൾ. ബാലാക്ക് രാജാവ് ബിലയാമിനെ വിളിക്കുക, ഇസ്രായേലിനെ ഒന്ന് ശപിക്കണം, ശാപം ഏക്കാതെ വന്ന സ്ഥിതിയിൽ ബിലയാം ഒരു ആലോചന പറഞ്ഞു കൊടുത്തു. ആ ഇസ്രായേൽ മക്കൾ വിശുദ്ധരായി നിൽക്കുന്ന ആ സമൂഹത്തിലേക്ക് സ്ത്രീകളെ കയറ്റിവിട, അവർ പാപം ചെയ്യും, ഈ സ്ത്രീകൾ അവരെ വിഗ്രഹാർപ്പിതങ്ങളിലേക്ക് നടത്തും, അങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ശാപമേക്കും. ഈ ഐഡിയ പാലിക്കുന്ന ആ ബാലാക്കിൻ്റെയൊക്കെ ആ കഥകൾ നമുക്കറിയാം. അതേ ഒരു നിലയിലാണ് പിശാച് ഇവിടെയും പ്രവർത്തിച്ചത്. അവിടെ ചില വിശ്വാസികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ആലോചന ദൈവം ഈ പിശാച് കൊടുക്കുകയാ. ലോകത്തിലേക്കും പോകാം, അതേ സമയത്ത് ഈ സഭയിലും വരാം. ആ ഒരു ചിന്ത പലരെയും ഭരിക്കുവാൻ തുടങ്ങി. അവർ വിഗ്രഹാർപ്പിതങ്ങളെ കഴിക്കുവാനും അതേ സമയത്ത് ആരാധനയ്ക്ക് വരുവാനും തുടങ്ങി. അവരെല്ലാ തിന്മയും കാട്ടിക്കൂട്ടിയിട്ട് ദൈവസന്നിധിയിൽ വന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ തുടങ്ങി. ഈ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, അങ്ങനെയുള്ള ചിലരവിടെയുണ്ട്, അവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടക്കി വരുത്തണം. അതുമാത്രമല്ല, നിക്കോലോവിയരുടെ കാര്യം ഇവിടെ പറയുക. നിക്കോലോവിയരുടെ പ്രത്യേകത ഞാൻ നാളെ പറയുവാനിടയായി തീർന്നു. അവർ ദൈവവുമായിട്ട് വളരെ ആഴമേറിയ ബന്ധമുള്ളതെന്ന് ഭാവിക്കുന്നവരും അഹന്തയിൽ തന്നെ, ആ ആത്മീയ അഹന്തയിൽ തന്നെ എന്തു തിന്മയും ചെയ്യുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരുമായിരുന്നു. ആത്മീയ അഹന്ത അവരെ ഭരിച്ചിട്ട് അവർ ഏത് തോന്നിയവാസവും ചെയ്യുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരായിരുന്നു. ഈ രണ്ട് കൂട്ടരുടെ പ്രയാസത്തെ ദൈവത്തിന്റെ ആത്മാവോട് വെളിപ്പെടുത്തിയിട്ട് പറയുക, ഇവർ ഇവിടെ നിൽക്കുന്നിടത്തോളം നിങ്ങൾക്കൊരു പ്രതിസന്ധിയാ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ലിവിങ് ഇൻ Satan's town was not an excuse for the Pergamum Christians. പിശാചിന്റെ അധികാരത്തിൽ നിൽക്കുന്ന അനുഭവത്തിൽ ആയതുകൊണ്ട് അവർക്കൊരു എക്സ്ക്യൂസ് കൊടുത്തില്ല. അവരുടെ സാഹചര്യം അത്രമാത്രം പ്രഷറൈസ്ഡ് ആയതുകൊണ്ട് അവർ വിഗ്രഹാർപ്പിതത്തെ എടുക്കുവാൻ പോയതെന്നൊരു എക്സ്ക്യൂസ് അവിടെ കൊടുത്തില്ല. അവരുടെ സാഹചര്യം മോശമായിരുന്നുകൊണ്ട് അവർ തെറ്റു ചെയ്തതെന്നുള്ള എക്സ്ക്യൂസ് അവർക്ക് കൊടുക്കുന്നില്ല. മാത്രമല്ല, എന്നെ പിന്നെയും ചിന്തിപ്പിച്ചത്, 1-2 പേർ തെറ്റ് ചെയ്തതാണ് എൻ്റയർ കോൺഗ്രിഗേഷനെ ദൈവാത്മാവ് അവിടെ ശാസിക്കുന്നത്. 1-2 പേരുടെ പാപത്തെ എൻ്റയർ കോൺഗ്രിഗേഷനെ കുറിച്ചാണ് ദൈവം ഇവിടെ ബോധം വരുത്തുന്നത്. ഇന്ന് പകൽക്കാലം അവരോടുള്ള ദൂത് ഇങ്ങനെയാണ്, ദൈവമക്കളെ, നിങ്ങളുടെ ഇടയിൽ ചിലരൊക്കെ തിന്മയിലേക്ക് പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ കണ്ണു തുറന്ന് അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണം, അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരണം. അത് നിങ്ങളുടെ ദൗത്യമാണ്. ഇന്ന് പകൽക്കാലം എന്നെ ദൈവമക്കളെ, അത് നമ്മുടെയും ദൗത്യമാ. നമ്മിൽ ഒരാൾ തിന്മയിലേക്ക് പോകുന്നുവെന്ന് കണ്ടാൽ അവരെ കറക്റ്റ് ചെയ്യുവാനുള്ള ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാം അത് ചെയ്തില്ല എങ്കിൽ നാം ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും. ഇവിടെ ദൈവാത്മാവോട് 16-ാം വാക്യത്തിൽ പറയുക, മാനസാന്തരപ്പെട, നീ അനുതപിക്ക്, അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോവാ. അവരുടെ ആ തിന്മയ്ക്ക് നീയും ഉത്തരവാദിയാണ്. അതുകൊണ്ട് നീയും മാനസാന്തരപ്പെട. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ. ദൈവം പറയുക, നീ മനസ്സാന്തരപ്പെട്ടു മടങ്ങി വന്നാൽ നിനക്ക് ചില വാഗ്ദത്തങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? 17-ാം വാക്യം, ഒരു ഹിഡൻ മന്ന, മറഞ്ഞിരിക്കുന്ന മന്ന. നമുക്കറിയാം മന്ന എന്തുവാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ആഹാരമായിരുന്നു. ആ ആഹാരത്തെ ചൂണ്ടിക്കാണിച്ച് ദൈവാത്മാവ് പറയുക, അത് ഞാൻ നിനക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാ, നീ വിഗ്രഹാർപ്പിതം കഴിക്കാൻ പോകുന്നില്ലെങ്കിൽ അതിൽ നിന്ന് നീ മടങ്ങി വന്നാൽ നിനക്ക് സ്വർഗീയമായത് ഞാൻ നിനക്ക് തരാം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമുക്കൊരു ദൂത, നമ്മൾ ഈ ലോകത്തിലെ ആ മോഹങ്ങൾക്ക്, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും പോകുന്നില്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ചില ആത്മീയ അനുഭവങ്ങൾ ഞാനും നിങ്ങളും കൈവരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ലോകം നമുക്ക് പലതും വെള്ളത്തിന്റെ കുമള പോലെ മിന്നുന്ന ജഡീക സുഖങ്ങൾ തരുമ്പോൾ മറുവശത്ത് അവയെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്ക്. ആത്മീകമായ ചിലതിനെ കാണ്. അവിടെ ഞാനും നീയും ചിലത് പ്രാപിക്കും. വെള്ളത്തിന്റെ കുമള പോലെ തള്ളിക്കാ. ആത്മീയമായുള്ള ചിലതിന് വേണ്ടി ലക്ഷ്യമിട്ട് മുൻപോട്ട് പോ. ദൈവം പറയുക, നിനക്കൊരു വാഗ്ദത്തമുണ്ട്, മറഞ്ഞിരിക്കുന്ന മന്ന. പിന്നെ പറയാ വൈറ്റ് സ്റ്റോൺസ്, വെള്ളക്കല്ലിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, അന്നത്തെ കോടതികളിൽ ഒരു കുറ്റവാളി ഒരു പ്രതിയായിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ അവൻ കുറ്റവിമുക്തനാണെങ്കിൽ അവന് കൊടുക്കുന്നത് ആ വെള്ളക്കല്ല്.
ഒരു കുറ്റവാളിയാണെങ്കിൽ അവന് കൊടുക്കുന്നത് ആ കറുത്ത കല്ല്. അവരോട് പറയുക, നീ എൻ്റെ സന്നിധിയിൽ ആ ദൈവിക കോടതിയിൽ നിൽക്കുമ്പോൾ നീ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നവനാണെങ്കിൽ നിന്റെ കയ്യിൽ ഒരു വെള്ളക്കല്ല് ഞാൻ തരും, നീ കുറ്റവിമുക്തനാണെന്ന് അന്ത്യകാലത്ത് ഞാൻ പറയും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിലെ ആ വിധികളൊന്നുമല്ല നമുക്ക് വലുത്. ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന വലുത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആ വെള്ളക്കല്ല് പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമോ? ഇവിടെ ഇതാ വെള്ളക്കല്ലിന് പിന്നെയും ഒരു പ്രത്യേകതയുണ്ട്. ഒളിമ്പിക്സിലൊക്കെ അല്ലെങ്കിൽ അന്നത്തെ മത്സരങ്ങളിലൊക്കെ വിജയിച്ചു വരുന്നയാൾ കൊടുക്കുന്നതായിരുന്നു വെള്ളക്കല്ല്. ഈ സഭയോട് പറയുക, നീ അനുദപിച്ച് മടങ്ങി വന്നാൽ, നീ നേരെയുള്ള പാതയിൽ വന്നു കഴിഞ്ഞാൽ അവസാനം നിനക്കും ഒരു വെള്ളക്കല്ല് അല്ലെങ്കിൽ ഒരു ഗോൾഡ് മെഡൽ തരുമെന്നതാ ഇവിടുത്തെ ആലോചന. ഇന്നുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പല പോരുകളും പല നിലയിലുള്ള പ്രലോഭനങ്ങളും നമ്മെ പിന്തിരിപ്പിക്കുന്ന പല അനുഭവങ്ങളും പിശാച് കൊണ്ടിട്ടെന്നിരിക്കാം. എന്നാലും ദൈവത്തിങ്കിലേക്ക് നോക്കി ആ ഓട്ടം ഓടുന്നുവെങ്കിൽ വിരുദ്ധ പ്രാപിക്കുവാൻ ഇടയായി തീരും. അതാണ് ഇവിടുത്തെ ദൂത്. വെള്ളക്കല്ല് പിന്നെയും സൂചിപ്പിക്കുന്നത് ഒരു ബാങ്കറ്റിൽ കയറാൻ വേണ്ടിയുള്ള ടോക്കണായിട്ടാ. അന്നത്തെ കാലത്ത് ഒരു ബാങ്കറ്റിൽ കയറുവാൻ വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ കയറുവാൻ വേണ്ടി ഒരു ടോക്കണായിട്ടാണ് വെള്ളക്കല്ല് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് തന്നെയാ, ആ കല്യാണശാലയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ, ആ വെടിപ്പുള്ള ആ അങ്കിയുമൊക്കെ ധരിച്ചകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആ അനുവാദമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആ വെള്ളക്കല്ല് അതിന് നിനക്ക് തരുമെന്നാ ഇവിടെ പറയുന്നത്. മാത്രമല്ല, ആ വെള്ളക്കല്ല് പറയുന്നത് ഒരു വ്യക്തിയെ ആ സ്ലേവറിയിൽ നിന്ന് വിടുവിച്ച് അവനെ ഒരു സിറ്റിസൺ ആക്കുന്നതിൻ്റെ ഒരു ചിഹ്നം കൂടിയായിരുന്നു വെള്ളക്കല്ല്. ഇന്ന് പകൽക്കാലം ഓർക്കണമേ, പാപത്തിന്റെ അടിമത്തിൽ നിന്നും വിടുവിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ ദൈവം നമ്മെ വിടുവിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഓർക്കുക, ഒരു സുപ്രഭാതം വരും, ദൈവം ആ വെള്ളക്കല്ല് തരും, ആ സ്വർഗീയ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കും. അവിടെ നാം നിത്യമായി വസിക്കുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ ദൈവസനിൽ താഴുന്നുവെങ്കിൽ, നീ നിന്റെ പാതകളെ ക്രമീകരിക്കുന്നുവെങ്കിൽ, നിന്റെ സഭ നേരെയുള്ള പാതയിൽ പോകുന്നുവെങ്കിൽ, നിന്റെ കൂട്ടു സഹോദരനെ നീ ഒന്ന് കറക്റ്റ് ചെയ്യുമെങ്കിൽ, നിന്റെ കൂട്ടു സഹോദരനെ നീ ഒന്ന് വഴി കാണിച്ചു കൊടുക്കുമെങ്കിൽ, നീയും ഈ വെള്ളക്കല്ല് പ്രാപിക്കും, നീയും ഈ മറഞ്ഞിരിക്കുന്ന മന്ന പ്രാപിക്കും. ആ വെള്ളക്കല്ലിനൊരു പ്രത്യേകത കൂടെയുണ്ട്. അതിലൊരു പേരെഴുതിയിട്ടുണ്ട്. ഒരു പേര്, സീക്രട്ട് നെയിം. A secret name is a sign of an intimacy. ഒരു അടുപ്പത്തെ കാണിക്കുകയാ. ഇന്ന് പകൽക്കാലം ഓർക്കണമേ, നാം ദൈവത്തിന്റെ അടുപ്പമുള്ളവരായിട്ട്, ദൈവത്തിന്റെ സ്വന്തം മക്കളായിട്ട് ദൈവം നമ്മെ അംഗീകരിക്കുന്ന ഒരു നിമിഷങ്ങളിലേക്ക് ആ വെള്ളക്കല്ല് ചൂണ്ടിക്കാണിക്കുകയാ. ഇന്ന് പകൽക്കാലം സഭയെ നമുക്കുണരാം. പെർഗമോസിന്റെ സഭ ഇതൂത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. ചരിത്രം പറയുന്നത് അവരാ ദൂത് തള്ളിക്കളഞ്ഞതായിട്ടാണ്. ദൈവം നമുക്ക് ദൂതുകൾ തരുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചിന്തിച്ച് നമ്മിലേക്കൊന്ന് കയറുവാൻ, നമ്മെ ഒന്ന് വിലയിരുത്തുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. നമുക്ക് തരുന്ന വാണിങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.